FCC സന്യാസിനി സമൂഹത്തിൽ നിന്ന് ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാന്റെ പരമോന്നത സഭാ കോടതി ശരിവെച്ചു. ഇനി വയനാട് ജില്ലയിലെ കാരക്കാമല മഠത്തിൽ നിന്ന് ലൂസി കളപ്പുരയ്ക്ക് പുറത്തു പോകേണ്ടതായി വരും. ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു കാനോൻ നിയമ പണ്ഡിതൻ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI, സിസ്റ്റർ ആഗ്നറ്റ് SIC, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ക്ലിൻറ്റൺ ഡാമിയൻ, ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയ് കണ്ണഞ്ചിറ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ക്ലിൻറ്റൺ ഡാമിയൻ, അങ്ങ് സിസ്റ്റർ ലൂസി കളപ്പുരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളം പ്രതികരണങ്ങൾ പല മാധ്യമങ്ങളിൽ നടത്തുകയും ഈ ചർച്ചകളിലൊക്കെ സജീവമായി ഇടപെടുകയും ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്ന് നൽകുന്ന സർക്കുലറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ആ ഉത്തരവ് ലൂസി കളപ്പുരയുടെ മുമ്പിൽ വെക്കുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമ്മളിവിടെ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന വഞ്ചി സ്ക്വയർ സമരമോ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ പറയുന്ന ഒരാളുടെ മേൽ കുറെ നടപടികൾ ഉണ്ടായത്. കാലാകാലങ്ങളായി സഭയുടെ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷൻ ആയിരിക്കുന്ന ഒരു സഭയ്ക്ക് ഉണ്ടാകുന്ന നിയമസംഹിതകളെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ ഇഷ്ടങ്ങൾക്കായി മുന്നോട്ട് നീങ്ങുമ്പോൾ ആ സഭാ സമൂഹം തുടർച്ചയായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നൊരു വ്യക്തിത്വം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയും, അതായത് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു എന്ന് പറഞ്ഞാൽ സഭയിൽ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ഇടപെടുകയും, എന്നാൽ ഇപ്പോഴും ഇവിടുത്തെ പൊതുസമൂഹം വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ആ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയത്തിൽ വഞ്ചി സ്ക്വയറിന് ആസ്പദമായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ഈ പറയുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയെ സഭ പുറത്താക്കി എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ അതല്ല, മറിച്ച് ഈ ഒരു ഉത്തരവ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണയായിട്ട് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്രതങ്ങളുണ്ട്. ഞാനും ഒരിക്കലും ചാനൽ ഫ്ലോറിൽ നിന്ന് വെച്ച് ചോദിച്ച ഈ പറയുന്ന വ്യക്തിത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അനുസരണം എന്ന വ്രതം നിങ്ങളോട് എന്താണ് പറഞ്ഞു വെക്കുന്നത്? അപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരവ് എന്ന് പറഞ്ഞാൽ കെയറിംഗ് ഓഫ് അതേഴ്സ്. ഇത്രയും വലിയ ലോകമഹാ മണ്ടത്തരങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ വ്രതങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. കാരണം ആ സന്യാസ സമൂഹം പരമാവധി ക്ഷമയുടെ കരുണയുടെ അളവിൽ നൽകി. പക്ഷെ എന്തുകൊണ്ടോ ക്ഷമയും കരുണയും കാണിക്കും തോറും ആ സമൂഹത്തിൽ നിന്ന് അകന്നു പോകാൻ ഈ പറയുന്ന വ്യക്തിത്വം ശ്രമിച്ചു. അതിന് പൊതുസമൂഹത്തെയും സഭയെ താറടിക്കുന്നവരെയും കൂട്ടുപിടിച്ചു. അതിന്റെ ഫലം ഒന്നോളം വേണം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിനെ കാണാൻ ഇടയാകേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം. സിസ്റ്റർ ആഗ്നറ്റ് SIC, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അനുസരണം ഉൾപ്പെടെയുള്ള വ്രതം എടുത്തുകൊണ്ട് ഈ സന്യാസ സമൂഹത്തിലേക്ക് ഒരു സിസ്റ്റർ കടന്നു വരുന്നു. ആ സിസ്റ്റർ ആ സംവിധാനങ്ങളോടൊന്നും ചേർന്ന് പോകാത്ത രീതിയിൽ സിസ്റ്റർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു, ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിന് എതിരെ അല്ലെങ്കിൽ അതിനുള്ള നിയമ നടപടി ആ നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? അതോ എങ്ങനെയാണ് സിസ്റ്റർ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഒരു സന്യാസ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ, അതായത് ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരി എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ നീതിക്ക് വേണ്ടിയാണ് ആ സഹോദരി നിലകൊണ്ടതെങ്കിൽ സന്യാസം എന്ന് പറയുന്ന ഈ മഹത്തായ ജീവിതം ലക്ഷത്തിനോട് അടുത്ത് വരുന്ന കേരള സഭയിലെ സന്യസ്തരെ മുഴുവൻ തെരുവിലും മീഡിയകളിലും ഇട്ട് വലിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളുടെ ആ സഹോദരി പോകില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വേദനകള് ഓരോ സന്യാസ സമൂഹവും, FCC സന്യാസ സമൂഹം മാത്രമല്ല എല്ലാ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സിനും അതിൻ്റെതായ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോ നമ്മുടെ ക്ലിന്റൺ സാർ പറഞ്ഞതുപോലെ തന്നെ വഞ്ചി സ്ക്വയറില് അങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ തോതിൽ ഞങ്ങൾ മീഡിയയിൽ കാണുകയും ആ ഒരു നീതിക്ക് വേണ്ടിയാണ് ആ സഹോദരിമാർ പോരാടുന്നതെങ്കിൽ അവർക്ക് നീതി ലഭിക്കണമെന്നുള്ള പക്ഷം ചേരുന്ന ആളുകളുമാണ്. പക്ഷെ ഞങ്ങൾക്ക് സന്യാസത്തിൽ നിയമങ്ങളും വ്രതങ്ങളും ഒക്കെ എടുത്തിരിക്കുന്നത്
ഞങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. വ്യക്തിപരമായിട്ട് ഞങ്ങളെല്ലാം സ്വതന്ത്രരായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിസ്റ്റർ പറയുന്നത് സന്യാസിനി മഠങ്ങളിൽ സ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ്, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഒരു തരത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളും ഈ പറയുന്ന മഠങ്ങളിൽ അവ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സിസ്റ്റർ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഇതിനെതിരെയുള്ള പടപൊരുതലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സിസ്റ്റർ പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും സുതാര്യവും എന്നാൽ സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ഒരു സംവിധാനമാണ് മഠങ്ങളിൽ ഉള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏത് സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞാലും അവര് ഒന്നോ രണ്ടോ സഹോദരിമാര് സഭയ്ക്ക് പുറത്തിറങ്ങി നിന്നുകൊണ്ട് പറയുന്നതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുവാനുള്ള ആർജവത്വവും അങ്ങനെയുള്ള ഒരു അറിവും ജ്ഞാനവും കേരള സമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും റേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു മീഡിയയുടെയൊക്കെ അതിപ്രസംഗത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഈ സഹോദരി എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അതായത് അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, സന്യാസ സമൂഹത്തിന്റെ അഭിപ്രായമല്ല. മാത്രമല്ല അതിനെ അങ്ങ് നിരാകരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നിരാകരിക്കുന്നു. മാത്രമല്ല നാളിതുവരെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യഥ അതിനൊരു അറുതി ഇടുകയായിരിക്കാം ഈ വത്തിക്കാന്റെ പരമോന്നത കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതായത് ഈ തീരുമാനത്തെ പോസിറ്റീവായി കാണുന്നു അല്ലെ? ഈ ഒരു നടപടിയെ പോസിറ്റീവായി കാണുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ഫാദർ റോയ് കണഞ്ചിറ, അങ്ങേക്ക് അറിയാമല്ലോ ഈ വിഷയത്തിൽ എത്രയോ വലിയ മാധ്യമ ചർച്ചകൾ ഇവിടെ അരങ്ങുവാണുന്നു. വഞ്ചി സ്ക്വയറിലെ സംഭവ വികാസങ്ങൾ, അതിന് റിട്ടയർഡ് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്ന പിന്തുണ, ചില സാമുദായിക നേതാക്കൾ നൽകുന്ന പ്രാധാന്യം, അത് ചർച്ചയ്ക്കെടുക്കുന്ന രീതി, അത് ഈ നാട്ടിലെ വലിയ രീതിയിൽ അങ്ങ് ഉൾപ്പെടുന്ന വൈദിക സമൂഹത്തെ കരിവാരി തേക്കുന്ന രീതിയിൽ ആ സമരം മാറിയതും അതിൻ്റെ ജ്വാലകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കെട്ടടങ്ങിയിട്ടില്ലെന്നുമുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വത്തിക്കാന്റെ ഈ ഒരു തീരുമാനം മുമ്പിലേക്ക് വരുമ്പോൾ അത് മുമ്പെങ്ങും അങ്ങ് ഉൾപ്പെടുന്ന സമൂഹത്തിന് ഏൽപ്പിച്ച മുറിവ് ഉണക്കാൻ അത് പര്യാപ്തമാണോ ഇത്തരം തീരുമാനങ്ങൾ? നിതിൻ, ഈ ഒരു വിഷയം വളരെയേറെ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിനോട് പറയാനുള്ള മറുപടി, കത്തോലിക്ക സഭ വളരെ സുഘടിതമായ ഒരു ജീവിത ക്രമ അല്ലെങ്കിൽ ഒരു ജീവിത പദ്ധതി സ്വന്തമായ ഒരു മൂല്യ ശ്രേണിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു വിശ്വാസ സമൂഹമാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും പവിത്രമായ ജീവിത ശൈലിയാണ് പൗരോഹിത്യവും സന്യാസവും കുടുംബജീവിതവും. 3 ദൈവ വിളികളാണ് എന്നാണ് നമ്മൾ പറയുക. കുടുംബജീവിതം സഭയിൽ ദൈവം നൽകുന്ന ഏറ്റവും പവിത്രമായ ദൈവവിളിയാണ്. പൗരോഹിത്യം ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടിയുള്ള ദൈവവിളിയാണ്. അതുപോലെ തന്നെ സമർപ്പിത ജീവിതം ദൈവാരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള ദൈവവിളിയാണ്. ഈ 3 ദൈവവിളികളും ഇവിടെ കത്തോലിക്ക സഭയിൽ 2000 വർഷങ്ങൾക്ക് ശേഷവും ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമായി ക്രൈസ്തവ സമൂഹവും കത്തോലിക്ക സഭയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഘടനയെ ആദരിക്കുന്നവർ അത് ഒരു വലിയ ദൈവാനുഭവത്തിന്റെ മാർഗമായി സ്വീകരിച്ച് ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ഘടന ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സിസ്റ്ററിന്റെ ജീവിതത്തിൽ സന്യാസ ജീവിതം എന്ന സിസ്റ്റത്തോട് ഇണങ്ങാനുള്ള ബുദ്ധിമുട്ടിന്റെ പേരിലുണ്ടായ ചില പ്രതിസന്ധികളിലാണ് ഇവിടെ ചർച്ചയ്ക്ക് കാരണമായത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. സന്യാസ ജീവിതത്തിന്റെ ചിട്ടകളുമായി ഇണങ്ങണം. എ സിസ്റ്റർ ഇസ് എ പാർട്ട് ഓഫ് എ സിസ്റ്റം എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ എന്താ പറയാ യോജിച്ച് നിൽക്കുക, ഇണങ്ങി നിൽക്കുക എന്ന് പറയുന്നതിന് എല്ലാവർക്കും അത്ര എളുപ്പമല്ല. ഉടുപ്പിട്ടു എന്നുള്ളതിന്റെ പേരിൽ എല്ലാവർക്കും എളുപ്പമല്ലത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. ഇപ്പോൾ ദൈവവിളി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദൈവവിളി ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സെമിനാരി പരിശീലനത്തിന് പങ്കുചേരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇളയ ബാച്ചുകൾ, ഞങ്ങളുടെ തന്നെ ബാച്ചുകൾ, ഞങ്ങളുടെ ബാച്ചിൽ തന്നെ 30 പേര്
ഞാൻ അംഗമായിരിക്കുന്ന CMI സഭയുടെ മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിൽ 30 പേര് പരിശീലനത്തിന് വന്നതാണ്, വൈദിക പരിശീലനത്തിന്. അന്ന് ഞങ്ങൾ കളമശ്ശേരി സേക്രഡ് പ്രൊവിൻസ് ആയിരുന്നു. 30 പേര് വന്നതിൽ ഞങ്ങൾ 9 പേരാണ് 15 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഞങ്ങൾ വൈദികരായി അഭിഷിക്തരായത് 9 പേരാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പാപികൾ, മഹാപാപികൾ, വഴിതെറ്റിപ്പോയവർ അല്ല. അവർ ഈ പരിശീലന കാലത്ത് ഈ ഒരു ചിട്ടയാർന്ന ജീവിത ശൈലിയോട്, സ്വന്തം പ്രകൃതവും സ്വന്തം കാഴ്ചപ്പാടുകളും സ്വന്തം ജീവിത ശൈലികളും ഒന്നും ഇണങ്ങുന്നില്ല. എനിക്ക് കത്തോലിക്ക സഭയിൽ തന്നെ നല്ല വിശ്വാസിയായി കുടുംബജീവിതം നയിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ അവർ തിരിച്ചു പോവുകയായിരുന്നു. അതേസമയം തന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പം സഭാ ജീവിതത്തിലേക്ക് കടന്നു വരികയും പൗരോഹിത്യം സ്വീകരിക്കുകയും സന്യാസം ജീവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ ഒരു ജീവിതം അത്ര സുഖകരമായൊരു ജീവിതവുമല്ല. വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് തന്നെയാണ് സഭയോട് ഇണങ്ങി സഭയുടെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷൻ എന്ന FCC സന്യാസിനി സമൂഹം 1887 ആരംഭിക്കുന്നത്. 1.25 നൂറ്റാണ്ട് കഴിഞ്ഞു. 1887 ആരംഭിച്ച ഒരു സന്യാസ സമൂഹമാണ്. 6000-ലധികം സന്യാസിനികൾ ഇപ്പോഴും ആ സഭയിൽ ജീവിക്കുന്നു. എത്രയോ 10,000-കണക്കിന് സമർപ്പിതർ ആ സഭയിൽ അംഗങ്ങളായി ജീവിതം സമർപ്പിച്ചവരാണ്. അവരെല്ലാം ചെയ്തത് എന്താണ്? ഈ FCC സന്യാസിനി സമൂഹത്തിന്റെ നിയമാവലി അനുസരിച്ച് അതത് കാലത്തെ അധികാരികൾക്ക് വിധേയമായി, വ്രതജീവിതത്തിന് വിധേയമായി ജീവിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിത ക്രമത്തിലേക്ക് സിസ്റ്റർ ഈ പറയുന്ന വ്യക്തിക്ക് അനുരൂപപ്പെടാൻ, ഇണങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ചോദ്യം പ്രസക്തമല്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ? ഈ സംവിധാനങ്ങളിൽ കാലത്തിലൊത്ത ചില മാറ്റങ്ങൾ അത് ആവശ്യപ്പെടുന്നില്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ സിലബസുകൾ നമ്മൾ മാറ്റുന്നത് പോലെ ഈ വിഷയങ്ങളിലും നമ്മൾ കാലത്തിലൊത്തുള്ള മാറ്റം കൊണ്ടുവരണമെന്നാണ് ഈ വിഷയത്തിൽ സിസ്റ്ററിന് നീതി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന സംഘടന പലവട്ടം ആവശ്യപ്പെടുന്നത്. അതിലൊരു പോയിന്റ് ഇല്ലേ? നിതിൻ, ഇതിനകത്ത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത് ജീവിത ശൈലികൾക്കാവാം, പക്ഷേ അടിസ്ഥാന മൂല്യങ്ങൾക്കാവില്ല. അത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തിലേക്ക് വന്നത്? കുറച്ചു കാലം ഉടുപ്പിട്ട് നിൽക്കാം, കുറച്ചു കാലം ചുരിദാറിട്ട് നിൽക്കാം, കുറച്ചു കാലം മിഡിയും ടോപ്പും ഇട്ട് നടക്കാം. അങ്ങനെയുള്ള ഒരു രീതി അവലംബിക്കാൻ വേണ്ടിയാണോ ഒരാൾ സമർപ്പിത ജീവിതത്തിലേക്ക്, ഒരാൾ സന്യാസിനിയാകാനായിട്ട് വരുന്നത്? ഒരിക്കലുമല്ല. ഒരാൾ സന്യാസിനിയാകാൻ വരുന്നത് ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ്. എന്റെ ജീവിതം ഞാൻ എന്റെ നാഥനും രക്ഷകനുമായ ക്രിസ്തുവിന് വേണ്ടി അർപ്പിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ സത്യം. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അതുപോലെയാണ് ഓരോ സമർപ്പിതയും, ഓരോ വൈദികനും, ഓരോ സന്യാസിനിയും. അപ്പോൾ ഇത് കാലത്തിനനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി. ചില മതഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ ഈ എഴുത്തുകാർക്ക് അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾക്ക് അതത് സമയത്തുണ്ടായ ചില താല്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ നിയമങ്ങൾ ദൈവദത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി എഴുതിയതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റി എഴുതുന്ന ഒരു നിയമമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ നിയമം. ഇത് ക്രിസ്തു നൽകിയ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ്. ശരി, അത് വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ഫാദർ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI, അങ്ങ് കാനോനിക നിയമങ്ങളെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായി സംസാരിക്കുകയും ആ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പണ്ഡിതൻ കൂടിയാണല്ലോ. ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഉത്തരവ് നമുക്ക് നൽകുന്ന ഒരു ടേക്ക് അവേ എന്താ നൽകുന്ന സന്ദേശം? അതായത് ശരിക്കും ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശിക്ഷ എന്ന് നമുക്ക് വിളിക്കാം, ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ആരാണ്? അത് വത്തിക്കാന്റെ തീരുമാനമെന്നാണോ, അതോ FCCയുടെ തീരുമാനം അവ അംഗീകരിച്ചു എന്നാണോ ശരിക്കും, അതോ വൈദിക ശ്രേഷ്ഠരെടുക്കുന്ന തീരുമാനമാണോ ശരിക്കും? എന്താണ് ശരിക്കും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലൂസി കളപ്പുരയുടെ FCC സഭയിൽ നിന്നുള്ള ഡിസ്മിസലിനോട് ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വത്തിക്കാനിൽ നിന്ന് കിട്ടിയ ഒരു ഡിഗ്രിയെ പറ്റിയുള്ള ഈ ചോദ്യം. ഇതിൽ 2-3 കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ലൂസി കളപ്പുര എന്നുള്ള ഒരു വ്യക്തിയുടെ ഡിസ്മിസലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ പ്രതിപാദിക്കുമ്പോൾ അതിന്റെ ഫയലുകളെല്ലാം എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ
ഒബ്സർവേഷൻസ് മുഴുവൻ പൂർണ്ണമാകണമെന്നില്ല. എന്നിരുന്നാലും 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, എൻ്റെ കയ്യിൽ FCC സന്യാസ സഭയുടെ നിയമാവലി, ഏറ്റവും പുതിയ നിയമാവലി ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളതുകൊണ്ട് അതിനെ ആധികാരികമായിട്ടായിരിക്കും ഞാൻ സംസാരിക്കുക. 2, അതുപോലെ തന്നെ ലൂസി കളപ്പുര എഴുതിയ പുസ്തകത്തിൽ 207 പേജ് തൊട്ടുള്ള ഭാഗത്ത് ലൂസി കളപ്പുരയെ FCC സന്യാസ സഭയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തുകൊണ്ട് FCC സന്യാസ സഭയുടെ ജനറാളമ്മ നൽകിയ ഡിഗ്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2007 പേജ് തൊട്ട് 2025 പേജ് വരെ. വളരെ 207 തൊട്ട് 225 വരെ ഉള്ള പേജുകളിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും ഞാൻ ഇതിന് ആധികാരികമായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ലൂസി കളപ്പുരയെ FCC സന്യാസ സഭയിൽ നിന്നാണ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. FCC സന്യാസ സഭ ബഹുമാനപ്പെട്ട റോയ് കണ്ണഞ്ചേരി അച്ഛൻ പറഞ്ഞതുപോലെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സന്യാസിനി സഭയാണ്. പാലായിൽ കണ്ണാടിയുറമ്പിൽ താമസിച്ചിരുന്ന ഭക്തകളായിട്ടുള്ള കുറെ സ്ത്രീകളെ ഒന്നിച്ചു ചേർന്ന് സന്യാസം ആരംഭിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ കോട്ടയം വികാരിയാത്തിന്റെ ബിഷപ്പ് ചാൾസ് ലെവിൻ SJ അതിന് അനുവാദം കൊടുത്തു. അത് ചങ്ങനാശ്ശേരിയിൽ ആദ്യത്തെ മഠം ആരംഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കേരളത്തിൽ ആരംഭിച്ച് സിസ്റ്റേഴ്സ് തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് തന്നെ ഗവേൺ ചെയ്യുന്ന അധികാരം കൈയാളുന്ന ഒരു സഭയാണ് FCC സന്യാസ സഭ. അതിന്റെ ജനറാളമ്മയുടെ ഓഫീസ് ആലുവയിലാണ്. അപ്പോൾ ഈ ഡിസ്മിസൽ ഡിഗ്രിയിൽ പറയുന്നത് പോലെ തന്നെ ജനറാളമ്മയാണ് ലൂസി കളപ്പുരയെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. ഡിസ്മിസ് ചെയ്യാൻ ഉപോത്ഭവമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് FCC സന്യാസ സഭയുടെ നിയമാവലിയാണ്. ആ നിയമാവലിയുടെ ലംഘനത്തിനാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ശിക്ഷ ആ നിയമാവലിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടാണ് ഡിസ്മിസൽ നടന്നിരിക്കുന്നത്. ഇതെല്ലാം ഡിഗ്രി വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഡിസ്മിസ് ചെയ്ത് ആരാണ്? വത്തിക്കാനല്ല. അതായത് അവർക്ക് സഭയിൽ തുടരുന്നതിന് ഒരു തെറ്റുമില്ല, ഈ സന്യാസി സമൂഹത്തിൽ നിന്ന് മാത്രമാണ് ഡിസ്മിസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കറക്റ്റ്. അതായത് സന്യാസിനി എന്നുള്ള ആ സ്ഥാനം, FCC സന്യാസിനി എന്നുള്ള ആ സ്ഥാനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി മുമ്പേ പറഞ്ഞ ചോദ്യത്തിന്റെ ബാക്കിയിലേക്ക് ഇങ്ങോട്ട് വരുവാണ്, വത്തിക്കാന്റെ ബന്ധം എന്താണെന്ന്. ഇത് FCC സന്യാസ സഭ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണെങ്കിലും അതൊരു പൊന്തിഫിക്കൽ റൈറ്റ് കോൺഗ്രിഗേഷൻ എന്ന് പറയും. അതായത് മാർപ്പാപ്പയുടെ നേരിട്ട് കീഴിലുള്ള ഒരു കോൺഗ്രിഗേഷനാണ്. ഈ സഭ ഗവേൺ ചെയ്യപ്പെടുന്നത് അതിന്റെ പ്രൊവിൻഷ്യൽസും ജനറൽസും അതാ സഭാംഗങ്ങൾ തന്നെ ഇലക്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ജനറാളമ്മയും ജനറൽ കൗൺസിലേഴ്സും കൂടി എടുക്കുന്ന ഒരു തീരുമാനത്തിന് ഡിസ്മിസൽ ആണെങ്കിൽ വത്തിക്കാന്റെ അപ്രൂവൽ വേണമെന്ന് ഉണ്ട്. അത് വത്തിക്കാനിലെ പൗരസ്ത്യ തിരുസംഘം, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എന്ന് പൊതുവെ പറയുന്ന കോൺഗ്രിഗേഷൻ ഫോർ ദി ഓറിയന്റൽ ചർച്ചസ്, അതിന്റെ അപ്രൂവലോട് കൂടിയാണ് ഈ ഡിസ്മിസൽ സാധ്യമാകുള്ളൂ. ആ അപ്രൂവൽ കിട്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്രൂവൽ കിട്ടിയ ശേഷം അത് ലൂസി കളപ്പുരയെ അറിയിക്കുന്നു. ലൂസി കളപ്പുരയ്ക്ക് ഈ ഡിസ്മിസൽ അംഗീകരിക്കാം അഥവാ അതിനെതിരെ അപ്പീലിന് പോകാം. അപ്പീല് 3 തല അപ്പീലിന് സാധ്യതയുണ്ട്. ആദ്യത്തെ അപ്പീല് ഇത് അപ്രൂവ് ചെയ്ത പൗരസ്ത്യ തിരുസംഘത്തിലേക്ക് തന്നെയുള്ളതാണ്. നമ്മൾ മീഡിയയിൽ കണ്ടതാണ്. ലൂസി കളപ്പുര ആ അപ്പീല് കൊടുത്തു. അത് കാര്യകാരണ സഹിതം തള്ളിപ്പോയി. വീണ്ടും അതിനു മുകളിലുള്ളതാണ് വത്തിക്കാനിലെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക്ക. ലൂസി കളപ്പുര അവിടെയും അതിനുശേഷം അപ്പീൽ കൊടുത്തു. ആ അപ്പീല് പ്രഥമ ദൃഷ്ടിയ കഴമ്പില്ല എന്ന് കണ്ട് സിഞ്ഞത്തൂര അപ്പസ്തോലിക്ക തള്ളുകയുണ്ടായി. വീണ്ടും അതിനൊരു റിവിഷൻ പെറ്റീഷനും കൂടെ കത്തോലിക്ക സഭയുടെ നിയമവ്യവസ്ഥിതിയെ സാധ്യതയുണ്ടായിരുന്നു. അത് കൊടുക്കണമെങ്കിൽ വത്തിക്കാനിലെ ഈ സിഞ്ഞത്തൂര അപ്പസ്തോലിക്ക എന്നുള്ള പരമോന്നത കോടതിയിൽ അസ്ക്രൈബ് ചെയ്തിട്ടുള്ള അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് വഴി അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സിസ്റ്റർ ലൂസി കളപ്പുര ആ അപ്പീലും കൊടുക്കുകയുണ്ടായി. അത് അങ്ങനത്തെ അപ്പീൽ ചെല്ലുന്നത് സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയുടെ കോൺഗ്രേസോ എന്ന് പറയുന്ന ഫുൾ ബെഞ്ചിലേക്കാണ്. ആ ഫുൾ ബെഞ്ചിൽ ലൂസി കളപ്പുരയുടെ അഡ്വക്കേറ്റിന് വാദിക്കാം. അതുപോലെ തന്നെ എതിർ കക്ഷി ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ആണ്, അതായത് കോൺഗ്രിഗേഷൻ ഫോർ ദി ഓറിയന്റൽ ചർച്ചസ് ആണ്. കാരണം അവരാണല്ലോ ഇത് അപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ലൂസിയുടെ ആദ്യത്തെ അപ്പീൽ തള്ളുകയും ചെയ്ത്. അപ്പോൾ ഈ 2 സൈഡിലെ അഡ്വക്കേറ്റ്സിനോട് വാദിക്കാം. അത് ഫുൾ ബെഞ്ചിന് മുമ്പിൽ. അതുപോലെ തന്നെ വത്തിക്കാന്റെ തന്നെ ഒരു പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ഉണ്ട്, നിയമ സംരക്ഷകൻ, നിയമപാലകൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ കൂടി എടുത്ത ശേഷമാണ് ജഡ്ജസ് ഇതിന്റെ തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ദിവസം വന്ന വിധി എന്ന് പറയുന്നത് ലൂസിയെ ഡിസ്മിസ് ചെയ്ത വിധിയല്ല.
ലൂസിയെ ഡിസ്മിസ് ചെയ്തത് ജനറാളമ്മയാണ്, ജനറൽ കൗൺസിലാണ്. അതിനെതിരെ ലൂസി കൊടുത്തിരുന്ന 3ാമത്തെ അപ്പീൽ അവിടുന്ന് തള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ അപ്പീലിൽ ഇപ്പോഴത്തെ തവണ തള്ളിയിരിക്കുന്നു. വീണ്ടും പ്രഥമ ദൃഷ്ട്യാ കണ്ടപ്പില്ല നേരത്തെ പറഞ്ഞതിൽ റിവിഷൻ പെറ്റീഷനിൽ അഡീഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ബോധ്യപ്പെടുന്ന ഇല്ലാത്തത് കൊണ്ട് പക്ഷെ ഒരു ചോദ്യം ഒരു പ്രസക്തമാണ്. അതായത് സിസ്റ്റർ ലൂസിയുടെ മാധ്യമ പ്രസ്താവന നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അവരുടെ വാദങ്ങൾ അവർക്ക് അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് ആരും അറിയിപ്പ് നൽകിയിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ രേഖയൊക്കെ പഴയ ഒരു രേഖ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്ന ഒരു വാദമുണ്ട്. മൂന്നാമതായിട്ട് അവരുടെ വാദം കേൾക്കാതെയാണ് ഈ തീരുമാനം ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് അത്തരം ആരോപണങ്ങൾ? അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ട്. ഇപ്പോൾ മീഡിയയിൽ തന്നെ പബ്ലിഷ് ചെയ്ത് ഫേസ്ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. വത്തിക്കാനിൽ നിന്ന് വന്ന ആ ജഡ്ജ്മെന്റ്, ഫുൾ ബെഞ്ചിന്റെ കോൺഗ്രസോയുടെ ജഡ്ജ്മെന്റ് 3 പേജുള്ള ലാറ്റിനിലുള്ളതും അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും മീഡിയയിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ FCCയുടെ PROയുടെ ഓഫീസിൽ നിന്നും അത് അവൈലബിൾ ആണ്. ആ 3 പേജുള്ള ലാറ്റിൻ ഡിക്രിയുടെ അവസാനത്തെ പേജിലേക്ക് നോക്കുകയാണെങ്കിൽ 27 മെയ് 2021 ലാറ്റിനിലുണ്ട്. അതിന്റെ താഴെ ട്രൂ കോപ്പി, അതായത് കൊൺകോർദ ഒറിജിനാലി എന്നുള്ള ഒരു ഭാഗത്ത്, അതായത് എഗ്രിമെന്റ് വിത്ത് ഒറിജിനൽ, അതിനാണ് ഇംഗ്ലീഷ് ട്രൂ കോപ്പി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. അവിടെ കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട് 27 മെയ് 2021. 2021 27 മെയ്യില് വന്നതാണ്. ഇനി ലൂസി കളപ്പുരയുടെ ഒരു ആർഗ്യുമെന്റിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലൂസി കളപ്പുരയുടെ അഡ്വക്കേറ്റ് ലൂസി കളപ്പുരയോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. അത് നമ്മളൊക്കെ എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഞാൻ ഒരു അഡ്വക്കേറ്റിനെ വെച്ചാൽ ആ അഡ്വക്കേറ്റുമായിട്ട് ഞാൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാശ് കൊടുക്കുന്ന അഡ്വക്കേറ്റ് എന്നോട് അത് പറയണ്ടേ? അതുപോലെ തന്നെ വത്തിക്കാന്റെ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ചോദിച്ചില്ല എന്നാലും പറയാം. വത്തിക്കാന്റെ ഡിഗ്രി ലത്തീൻ ഭാഷയിലാണ് വന്നിരിക്കുന്നത്. ശരിയാണ്, കാരണം വത്തിക്കാന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ലത്തീൻ ഭാഷയാണ്. ഇപ്പം ഞാന് ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ മലയാളത്തിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ പറ്റത്തില്ല. സുപ്രീം കോടതി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ച ഭാഷയിലാണ് ഞാൻ പെറ്റീഷൻ കൊടുക്കേണ്ടത്. അതിന് മറുപടി കിട്ടുന്നത് എന്റെ വക്കീലിന് അതിന്റെ മറുപടി കിട്ടും. ആ വക്കീലാണ് അത് എന്നോട് പറയേണ്ടത്. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ടത്. അതുപോലെ തന്നെ ലൂസി കളപ്പുര വാറ്റിക്കനിലേക്ക് സ്വന്തം അഡ്വക്കേറ്റ് വഴി കൊടുത്ത കേസിൽ അഡ്വക്കേറ്റ് വാദിച്ചു എന്നുള്ളത് ലത്തീനിലുള്ള ഡിഗ്രിയിലുണ്ട്. ഞാൻ ആ ഡിഗ്രി മീഡിയയിൽ കണ്ടത് ഞാൻ എടുത്ത് വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൂസിയെ കൺസൾട്ട് ചെയ്തിട്ടില്ല, ലൂസിയുടെ വാദം കേട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വാദം കേട്ടു എന്ന ജഡ്ജ്മെന്റിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ ആ അഡ്വക്കേറ്റ് തന്നെയാണ് പറയേണ്ടത്, പ്രസ്ഥാനം നടത്തേണ്ടത്, എന്നെ കേട്ടിട്ടില്ല. അങ്ങനെ വരില്ല. അതിന്റെ ഉത്തരം അഡ്വക്കേറ്റ് ആണ് നൽകേണ്ടത് എന്നാണ് അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ആണ് അതിന്റെ ട്രാൻസ്ലേഷൻ നൽകേണ്ടത്. എന്നൊക്കെയാണ് അതിന്റെ വാദമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അഡ്വക്കേറ്റ് അറിയിക്കേണ്ടതാണ്. ആ വിഷയങ്ങളിൽ കോടതിയല്ല ചോദ്യം ചെയ്യേണ്ടത്, ആ അഡ്വക്കേറ്റിനോട് തന്നെയാണ് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള ആ ഒരു പോയിന്റ് നോക്കേണ്ടതെന്നാണ് അച്ഛന്റെ വാദം. അതുമായിട്ട് തന്നെ അച്ഛൻ മുമ്പോട്ട് പോകുന്നു. ശ്രീ ക്ലിന്റൺ ഡാമിയൻ, ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇന്ത്യ പോലുള്ള ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് നമ്മൾ നിൽക്കുമ്പോൾ വത്തിക്കാന്റെ നിയമം അതൊരു നിയമമായി തന്നെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിൽ ചില നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിന്റെ ചോദ്യം ഇത് തന്നെയാണ്. കോടതിയുടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായ കോടതിയുടെ ഇടപെടലല്ലേ, ഇന്ത്യയിലെ ഒരു കോടതിയുടെ ഇടപെടലല്ലേ ഈ വിഷയങ്ങളിൽ നമ്മൾ പരിഗണിക്കേണ്ടത്? അതോ ഈ പറയുന്ന വത്തിക്കാൻ സംവിധാനത്തിന്റെ ഈ പറയുന്ന അപ്പീലുകളോ അല്ലെങ്കിൽ ഇതിന് നിൽക്കുന്ന മറുപടികളോ ഒന്നുമല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടെന്നൊരു വാദം ഉയരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? അല്ല, ഈ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ആംഗിൾ എന്ന് പറയുന്നത് FCC, അതായത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റിക് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ ഒരു പൊന്തിഫിക്കൽ റൈറ്റുള്ള കോൺഗ്രിഗേഷനാണ്. പലപ്പോഴും നമ്മുടെ ഈ പൊതുസമൂഹത്തിനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിനായിക്കൊള്ളട്ടെ എന്ത് വിഷയം വന്നാലും അവർ ബിഷപ്പ് അല്ലെങ്കിൽ മെത്രാൻ, വൈദികൻ, കന്യാസ്ത്രീ എന്ന തലങ്ങളിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവരെന്തുകൊണ്ടോ ഈ പറയുന്ന FCC എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷൻ ആയിക്കൊള്ളട്ടെ, ഡൈസിഷൻ കോൺഗ്രിഗേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈസിഷൻ പ്രീസ്റ്റ് ആയിക്കൊള്ളട്ടെ, അപ്പൊ ഈ ഘടനകളെ കുറിച്ചൊന്നും ഒരു ബോധമില്ലായ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ പലപ്പോഴും കൃത്യമായ നടപടികൾ എടുക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചില നടപടികളിൽ ഇവിടുത്തെ പൊതുസമൂഹം ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു പരമോന്നത രാഷ്ട്രമാണ്, ഇന്ത്യക്ക് നിയമസംഹിതയുണ്ട്. പക്ഷേ
FCC എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിന്റെ നിയമസംഹിതയും FCC എന്ന് പറയുന്ന, ഇപ്പൊ നേരത്തെ നിതിൻ പറഞ്ഞൊരു ചോദ്യമുണ്ട്, കാലാനുസൃതമായിട്ട് എന്തുകൊണ്ട് FCCക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കോൺഗ്രഷൻ മാറ്റം വരുത്താൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FCC എന്ന് പറഞ്ഞൊരു ഒരു പൊന്തിഫിക്കൽ റൈറ്റ്, അല്ലെങ്കിൽ FCCയിൽ എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, കേരളത്തിലെ ഒരു ബിഷപ്പിന് പോയിട്ട് FCCക്കാരോട് നാളെ പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക വസ്ത്രം മാറ്റിയിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന വസ്ത്രം സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ FCCക്കുള്ള നിയമസംഹിത പ്രകാരം അവർ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അവരെടുക്കുന്ന അവരുടെ നിയമസംഹിതയിൽ അവരുടെ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കണം, വേറെ ആരുടെയും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല, FCCയിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നവർക്ക് മാത്രമേ FCCയിൽ ഒരു ചേഞ്ച് വരുത്താൻ അവരുടെ ചാപ്റ്റർ കൂടി അവരുടെ ഇത് കൂടി എടുക്കാൻ പറ്റത്തുള്ളൂ. ശരി, തിരിച്ചു വരാം. സിസ്റ്റർ ആഗ്നറ്റ്, ഇവിടെ സിസ്റ്റർ ഈ ലൂസി കളപ്പുര പറഞ്ഞ 2-3 വിഷയങ്ങൾ, ഒന്ന് കാർ വാങ്ങാൻ അനുവദിച്ചില്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചില വസ്ത്രങ്ങൾ അനുവദിച്ചില്ല, എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഒരു നിസ്സാരമായ സംശയമാണ്, ശരിക്കും ഈ സന്യാസിനി സമൂഹത്തിൽ ഒരാൾക്ക് കാർ ഓടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം തീരുമാനം എടുക്കുന്നതിനോ ഒക്കെ വിലക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രൊസീജിയർ അത് സമൂഹത്തിനുള്ളിൽ തന്നെ ഉണ്ടോ? അതിനുള്ള സുതാര്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ സംവിധാനം അതിനകത്തുണ്ടോ? ഒരു സന്യാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന് ഒരു വിശുദ്ധ നിയമമുണ്ട്. ആ നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ജീവിത ശൈലിയിൽ ഞങ്ങളെ പഠിപ്പിച്ച് ഒരുക്കുന്ന പരിശീലന കാലഘട്ടമുണ്ട്. കൃത്യമായ ബോധ്യത്തോടും വ്യക്തമായ തീരുമാനത്തോടും കൂടിയാണ് സ്വജീവിതം സന്യാസ സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്നത്. ഇപ്പൊ കാലോചിതമായ മാറ്റങ്ങൾ സാർ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, കാലോചിതമായ മാറ്റങ്ങൾ സന്യാസ സമൂഹങ്ങളിൽ വരുത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ജനറൽ സിനൈസസ് കൂടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ജനറൽ സിനൈസസിൽ തീരുമാനിക്കുകയാണ് ഇന്നത്തെ കാലത്തിന്, ഇപ്പൊ തന്നെ കോവിഡ് കാലമാണ്, അപ്പോൾ നമുക്ക് ടാക്സി ഒന്നും പുറത്തൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് ഡ്രൈവിംഗ് പഠിക്കുകയും ഓൺ ഡ്രൈവേഴ്സ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കുവാനുള്ള സാധ്യതകളൊക്കെ പിന്നീട് ഓരോ കാലഘട്ടങ്ങൾ വന്നപ്പോൾ അതായത് നമ്മുടെ അപ്പോസ്തോലിക് പ്രവർത്തന മേഖലകളുടെ ആവശ്യാനുസരണമായ ചേഞ്ചസ് വരുത്തിയിരുന്നു. ഈ ചേഞ്ചസ് അനുസരിച്ച് ഇപ്പൊ ഈ ഇരുന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ആഗ്നറ്റ് എന്ന് പറയുന്ന വ്യക്തി 10 വർഷം കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്, 10 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ ഞാൻ വണ്ടി 9 വർഷം ഞാൻ ഓടിച്ചില്ല, കാരണം ഞങ്ങളുടെ കോൺഗ്രേഷന് അത് ആവശ്യമില്ലായിരുന്നു. അന്ന് സിസ്റ്റർ ആഗ്നറ്റ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ട ചില മേഖലകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാത്രം കാർ ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് എന്റെ സഹോദരിമാരെ ഞാൻ അവരെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ കോൺഗ്രേഷൻ അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കാത്ത രീതിയിലൊക്കെ വരുമ്പോൾ, അതായത് ഒരു ജനാധിപത്യ രീതിയിൽ അത് ശരിയല്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ലൂസി കളപ്പുര അംഗമായിരിക്കുന്നത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ ആണ്. ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാന്റെ സ്പിരിച്വാലിറ്റി ആണ്. അവിടെ ദാരിദ്ര്യവ്രതത്തിന് വളരെയധികം സ്ഥാനമുണ്ട്. വീണ്ടും FCC സന്യാസ സഭയുടെ മാനന്തവാടി പ്രോവിൻസ്, മാനന്തവാടി നമുക്കറിയാം, വയനാട് ഒരു ഏരിയ വളരെ പാവപ്പെട്ട ഒരു ഏരിയയാണ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതസ്ഥിതിയും കൂടെ നോക്കിക്കൊണ്ട് ആ പ്രോവിൻസ് എടുത്ത പൊതുവായിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു, ഇവിടെ പ്രൊവിൻഷ്യാലമ്മയ്ക്ക് പോലും, പ്രൊവിൻഷ്യൽ ഹൗസിൽ പോലും ഞങ്ങളുടെ ഒരു ഹൗസിലും പൊതുവായിട്ടോ അല്ലാതെയോ വണ്ടി വേണ്ട, 4 വീലറും 2 വീലറും വേണം. അത് അവര് പൊതുവായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്, ജനാധിപത്യ പ്രക്രിയയിലൂടെ അവരെടുത്ത തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇരിക്കുമ്പോഴാണ് ലൂസി കളപ്പുര ഇതിന്റെ ഡിസ്മിസൽ ഡിക്രിയിൽ പറയുന്നത് പോലെ തന്നെ 2018 പ്രൊവിൻഷ്യാലമ്മയ്ക്ക് പെറ്റീഷൻ വെക്കുന്നു, എനിക്കൊരു കാർ വാങ്ങാൻ അനുവാദം തരണമെന്ന്. പ്രൊവിൻഷ്യാലമ്മ രേഖാമൂലം മറുപടി കൊടുക്കുന്ന, നമ്മുടെ പോളിസി ഇതാണ്, പൊതുവായിട്ട് പ്രൊവിൻഷ്യൽ സിനാക്സിലെടുത്ത തീരുമാനമാണ് വണ്ടി വേണ്ട എന്ന്. അപ്പോൾ അതിനെതിരായിട്ട് എനിക്ക് അനുവാദം തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യമുണ്ട്. കൊടുത്തിട്ടുണ്ട്. രേഖാമൂലം ചോദിക്കുകയും രേഖാമൂലം വാങ്ങാൻ പാടില്ല എന്ന് പ്രൊഹിബിറ്ററി ആയിട്ടുള്ള മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ശരി ശരി, വ്യക്തമാണ്, വളരെ വളരെ വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ, ഇവിടെ ഈ ഒരു വത്തിക്കാന്റെ ഭാഗത്തു നിന്നുള്ള ഡിഗ്രി നമ്മുടെ മുമ്പിലുണ്ട്, നിലപാടുകൾ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ശരിക്കും ഇതിന്റെ ഒരു റിസൾട്ടായിട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഇതിന്റെ ഒരു തുടർ നടപടി എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സിസ്റ്റർ ലൂസിയെ FCC സന്യാസിനി സമൂഹത്തിൽ അംഗമായി തുടരാനായിട്ടുള്ള സാധ്യതയാണ് സിസ്റ്റർ ലൂസിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരെ കത്തോലിക്ക സഭയിൽ നിന്നോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നോ ഒന്നും ആരും തടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ആരും വിലക്കിയിട്ടില്ല. അവർക്ക് ഇനിയും വേണമെങ്കിൽ സന്യാസം ജീവിക്കാം, പക്ഷെ അത് FCC കോൺഗ്രിഗേഷനിൽ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇപ്പൊ മുമ്പേ ചോദിച്ചായിരുന്നല്ലോ, ഇതിന് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുമോ? അപ്പൊ കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് ക്രിസ്തുവിനെ മാറ്റേണ്ടി വരും. കാരണം ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് ഈ സന്യാസ ജീവിതം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ അത് സമൂഹമായിട്ട് നടത്തുന്ന ഒരു യാത്രയാണ്. അത് മാത്രമല്ല, ഇവിടെ സന്യാസ ജീവിതം എന്ന് പറയുന്നത്, സന്യാസ സഭ ഒരു ശരീരമാണ്, ഒരു സമൂഹ ശരീരമാണ്. അതാണ് അതിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ അംഗവും അതിലെ അവയവങ്ങളാണ്. അപ്പൊ ഒരു സഭയുടെ ദൗത്യം നിർവഹിക്കാനാണ് ഓരോ അവയവത്തിനും കടമ. ഇവിടെ ശരീരം മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കാല് പുറകോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ സമൂഹ ശരീരത്തിനനുസരിച്ച് യാത്ര ചെയ്യണം. അതില് സിസ്റ്റർ ലൂസിക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഇഷ്ടം അനുസരിച്ച് സന്യാസ സഭയുടെ നിയമം മാറ്റി എഴുതണം എന്നാണ് ലൂസി സപ്പോർട്ടേഴ്സ്. ഞാൻ പിന്നെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്ത് നീതിയാണ് ഇവർ സിസ്റ്റർ ലൂസിക്ക് വേണ്ടി ഒരുക്കുന്നത്? ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി, സിസ്റ്റർ ലൂസിക്ക് നീതി ലഭിക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം. സിസ്റ്റർ ലൂസിക്ക് FCC സന്യാസിനി സമൂഹത്തിൽ നീതി ലഭിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ സത്യത്തിൽ സന്യാസിനി സഭയിൽ ഇവർ ചേർന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് അത് നേടിക്കൊടുക്കണമായിരുന്നു. അതിന് പക്ഷേ ഇതിന് വന്നവർ ആൾക്കാരൊക്കെയാണ്, അവർ മറ്റ് മതധാരയിൽ നിന്നുള്ളവരാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇപ്പോൾ ഈ ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. അത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കാത്ത, ക്രിസ്തുമത ധാരകളെ പിന്തുടരുകയില്ലാത്ത മറ്റൊരു മതധാരയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി. ഇനി അവർ ആഗ്രഹിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിലുള്ള ഒരു നീതിയായിരിക്കുമോ അവർ ആഗ്രഹിക്കുന്നത്? ആ നിലയ്ക്കുള്ള ഒരു ക്യാമ്പയിനായിട്ട് അതിനെ കണ്ടുകൂടെ? സുഹൃത്തെ, പൊതുസമൂഹത്തിന്റെ നീതിക്ക് വേണ്ടി എന്തിനാണ് സന്യാസ സമൂഹത്തിൽ നിൽക്കുന്നത്? അതൊരു ചോദ്യമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിനുള്ള ഉത്തരവാണ് ഇവിടെ വന്നത്. എന്നാൽ പോലും അതിന് ഒരു പറയുന്ന ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ പക്ഷം ചേർന്ന് നിൽക്കുന്ന സംഘടനകൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക്, പൊതുസമൂഹത്തിനൊക്കെ ആ വിഷയത്തിൽ ഇടപെടുന്നതിൽ എന്താണ് അതിനകത്ത് ശരികേട് എന്താണ് ഇരിക്കുന്നത്? അതിന്റെ ശരികേട് എന്ന് പറയുന്നത്, ഇതൊരു സന്യാസത്തിന്റെ ഭാഷയിലുള്ള മറുപടി പറയുമ്പോഴാണ് പൊതുസമൂഹത്തിന്റെ ഭാഷയുമായിട്ട് ചേരാതെ വരുന്നത്. അപ്പൊ സന്യാസം എങ്ങനെ ജീവിക്കണമെന്ന് പൊതുസമൂഹം പുതിയ നിയമാവലി ഉണ്ടാക്കിയാൽ അതിന് കത്തോലിക്ക സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് FCC സന്യാസിനി സമൂഹത്തിന് മാത്രമല്ല, ഒരു സന്യാസ സമൂഹത്തിനും ഒരു വൈദിക പരിശീലനത്തിനും നടത്താൻ പറ്റില്ല. ഞാൻ വീണ്ടും ഒരു വാക്കോടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പറയൂ. അതായത് കാലോചിതമായിട്ടുള്ള നവീകരണ സന്യാസ സഭയിൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണം. അത് നടത്തേണ്ടതാരാണ്? അത് ജീവിക്കുന്ന സന്യാസികളാണ്. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് FCC കോൺസ്റ്റിറ്റ്യൂഷൻ, അത് 100 വർഷം പഴക്കമുള്ളതല്ല, അത് 3 വർഷം പഴക്കമുള്ളതാണ്. കാരണം കഴിഞ്ഞ 3 വർഷം മുമ്പ് പ്രിന്റ് ചെയ്തു. 6 വർഷം മുമ്പുള്ള ഒരു പ്രൊസീജിയർ. അതായത് ഇതിനു മുമ്പത്തെ ജനറൽ സിനാക്സ്, ഇനി ഈ വർഷം വീണ്ടും ജനറൽ സിനാക്സ് വരുന്നുണ്ട്. 6 വർഷം കൂടുമ്പോഴാണ് അവരുടെ ജനറൽ സിനാക്സ്. ആ ജനറൽ സിനാക്സ് ആണ് സഭയുടെ നിയമങ്ങൾ നവീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഈ സിനാക്സിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? FCC ജനറൽ സിനാക്സിലെ മെമ്പേഴ്സ് FCC സഭാംഗങ്ങൾ മാത്രമാണ്. അതായത് സിസ്റ്റേഴ്സ് തന്നെ അവരുടെ നിയമം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവരുടെ പരമോന്നത സമിതിയായിട്ടുള്ള നിയമസമിതിയായിട്ടുള്ള സിനാക്സിൽ വെച്ച് മാറ്റങ്ങൾ വേണമെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് വോട്ടിട്ട് പാസ്സാക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ലൂസി കളപ്പുര വിചാരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള എതിർ സ്വരങ്ങളൊക്കെ, താൻ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, ചില എതിർ ശബ്ദങ്ങൾ, വിപരീത ശബ്ദങ്ങളൊക്കെ ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുമെന്നായിരിക്കും അവർ വിചാരിച്ചിരിക്കുക. അവിടെയാണ് അതിന്റെ പ്രശ്നം. ലൂസി കളപ്പുരയെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നത് സന്യാസ സഭയിൽ ജനാധിപത്യം വേണം. ആ ജനാധിപത്യം തന്നെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്യപ്പെട്ട പ്രൊവിൻഷ്യൽ, ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ജനറൽ കൗൺസിൽ, ഇവര് ആ സഭ തീരുമാനിച്ച നിയമം അനുസരിച്ച് ലൂസിയോട് ചില കാര്യങ്ങൾ പറയുന്നു. ഇന്ന നിയമങ്ങൾ അനുസരിക്കണം. അത് കാലോചിതമായിട്ട് പരിഷ്കരിച്ച നിയമം തന്നെയാണ്. 100 വർഷം മുമ്പുള്ള FCCയുടെ നിയമമല്ല, 50 വർഷം പഴക്കമുള്ള FCCയുടെ നിയമമല്ല. മാറ്റങ്ങൾ വരേണ്ടടുത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. മാറ്റം ആരാ വരുത്തി? അവര് തീരുമാനിച്ച മാറ്റങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം FCCയിൽ ലൂസി കളപ്പുര എന്നൊരു വ്യക്തിക്ക് മാത്രമേ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്തൊരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ജനാധിപത്യപരമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ലൂസി കളപ്പുരയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കും? 6000 പേര് ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലാതെ അവര് പറയുന്നതും അല്ലെങ്കിൽ സമൂഹം മൊത്തമായിട്ട് പറയുന്നത് ഞാനല്ല കേൾക്കേണ്ടതെന്ന് പറയുന്നതിനകത്തൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പം
ഇവിടെ ഒരു യുക്തി, ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ, ഇപ്പം പാമ്പറയച്ചൻ ഇവിടെ സൂചിപ്പിച്ചു ലോജിക് എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് യുക്തികളാണ് കൂട്ടിയിടിക്കുന്നത്. ഇവിടെ ഇത്രയും കാലം 100-ലേറെ വർഷം പതിനായിരക്കണക്കിന് സമർപ്പിതർ വരികയും ക്രിസ്തുവിന് വേണ്ടി ധന്യമായി ജീവിക്കുകയും വിശുദ്ധ അൽഫോൻസാമയെ പോലെയുള്ള സ്വർഗീയ വിശുദ്ധർ രൂപപ്പെടുകയും ചെയ്ത പവിത്രമായ ഒരു ജീവിത ശൈലിയാണ് FCC സന്യാസിനി സമൂഹത്തിന്റെ ജീവിത ശൈലി. ആ ശൈലി അനുശീലിക്കുന്നവർക്ക് ഒരു യുക്തിയുണ്ട്. അത് ഇപ്പോൾ പാമ്പരാജൻ പറഞ്ഞ പോലെ ആ സമൂഹം തീരുമാനിക്കുന്ന യുക്തിയാണ്. അതായത് ഫാദർ റോയ് കണ്ണഞ്ചിറ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. ഈ സമൂഹത്തിന്റെ യുക്തിയും സഭയ്ക്കുള്ളിലുള്ള ഒരു സഭാ സിസ്റ്റത്തിന്റെ യുക്തിയും, ഇത് രണ്ടും ഒരു അനാവശ്യമായി കൂട്ടിക്കഴിച്ചുകൊണ്ട് സമൂഹത്തിൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ഈ ക്യാമ്പയിൻ എന്നാണോ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നെ സന്യാസ സമൂഹത്തിൽ ജനാധിപത്യം, അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു സംവിധാനമാണ്. ഇവിടെ സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ അർത്ഥത്തിലല്ല ഈ ജനാധിപത്യം എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇത് സത്യത്തിൽ സ്നേഹാധിപത്യമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളുടെ ആധിപത്യമാണ്. അതുകൊണ്ട് ഇതൊരു ത്യാഗാധിപത്യം എന്ന സന്യാസത്തെ വിളിക്കാം. ഇവിടെ ജയിക്കുന്നവരല്ല വിശുദ്ധരായി മാറുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി സ്വയം തോറ്റു കൊടുക്കുന്നവരാണ് സന്യാസത്തിൽ വിജയിക്കുന്നവരായിട്ട് വിജയം അനുഭവിക്കുന്നത്. അതല്ലാതെ ഇതൊരു ഏറ്റുമുട്ടലിന്റെയോ പോരാട്ടത്തിന്റെയോ ഈ രണ്ട് യുക്തികളുടെ, രണ്ട് ലോജിക്കിന്റെ തമ്മിലുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ഒന്നും കഥയല്ല സന്യാസം എന്ന് പറയുന്നത്. ഇത് തോറ്റുകൊടുക്കലിന്റെയാണ്. ഇത് ഞാൻ ക്രിസ്തുവിന് വേണ്ടി സ്വയം ശൂന്യമാക്കുന്ന അനുഭവമാണ്. ഇത് ക്രിസ്തു ശൂന്യമാക്കി കാണിച്ചു തന്ന മാതൃകയാണെന്ന് സ്വീകരിക്കുന്നത്. അതല്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം കൂടെ എന്റെ സൗകര്യത്തിനനുസരിച്ച് പുതിയ നിയമാവലി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സിസ്റ്റർ ലൂസിക്ക് ജീവിക്കാൻ വേണ്ടി FCCയുടെ നിയമാവലി മാറ്റി എഴുതുക എന്ന് ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസിയുടെ അഷ്റഫിന് പറയേണ്ടി വരിക. ഇതൊക്കെ വ്യക്തമായ താല്പര്യത്തോടുകൂടി കത്തോലിക്ക സഭയിലെ സന്യാസ ജീവിതധാരയുടെ സുഗമമായ ഈ ഒരു വളർച്ചയെ ആക്ഷേപിക്കുവാനും തളർത്തുവാനും വേണ്ടിയുള്ള സംഘടിതമായ മുന്നേറ്റമാണ്. ഇതിനെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇത് സംഘടിതമായ ഒരു മുന്നേറ്റമാണ്. ക്ലിന്റൺ ഡാമിയൻ, ഫാദർ റോയ് കണ്ണഞ്ചിറ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു സംഘടിത ശ്രമമാണോ, അതോ ഒരു വ്യക്തിക്ക് കിട്ടുന്ന നീതി എന്ന ഒരു വിഷയം, അത് നീതിയുമായി ബന്ധപ്പെട്ട് ധാരാളം നീതി തേടിയുള്ള സേവ് ക്യാമ്പയിനുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ മാത്രമായി ഇതിനെ കണ്ടുകൂടി അതിന് മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള കത്തോലിക്ക സഭയെ തകർക്കുവാൻ, അല്ലെങ്കിൽ ആ കത്തോലിക്ക സഭ ഉൾക്കൊള്ളുന്ന ആ ഇടത്തെ തങ്ങളുടേതാക്കി മാറ്റിയെടുക്കുവാൻ, അല്ലെങ്കിൽ അവരെ ചരിത്രത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളുണ്ട് ഈ നാട്ടിൽ. ആരോപണം എന്നതിലുപരി പല വിഷയങ്ങൾ നടക്കുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിൽ കിട്ടാതെ പോകുന്ന ശ്രദ്ധ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ വഞ്ചി സ്ക്വയറിൽ നടന്ന സമരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികളെ കൊണ്ടിരുത്തുക, ഏത് അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സഭയുടെ അന്തർധാരയിലുള്ള അല്ലെങ്കിൽ അന്തർലീനയിൽ നിൽക്കുന്ന സഭയിലെ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴിച്ച്, അല്ലെങ്കിൽ സഭയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു വിഷയത്തെ കൊണ്ടുവന്നുകൊണ്ട് അത് പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവഹേളിക്കാൻ ശ്രമിച്ചത് തന്നെ സഭയുടെ സന്യാസത്തെയാണ്, അല്ലെങ്കിൽ സഭയുടെ സമർപ്പിത ജീവിതങ്ങളെയാണ്. സമർപ്പിത ജീവിതങ്ങൾ, അതായത് മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മിഷണറിമാരായിട്ടുള്ള സമർപ്പിത ജീവിതങ്ങളെ എങ്ങനെ ഈ സമൂഹത്തിൽ തകർത്ത് കളയാം അല്ലെങ്കിൽ താറടിക്കാം എന്നതിനെ പറ്റി ഗൂഢമായ ഒരു അജണ്ട ഇനി ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ തന്നെ ലക്ഷ്യം തന്നെയാണ് ഈ പറയുന്ന ചച്ച നേരത്തെ പറഞ്ഞ പോലെ പല സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, പല സംഘടനകൾ കൊണ്ടുപോകുമ്പോൾ അവരുടെ മുൻപിൽ ഒരു കാര്യമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പല ആൾക്കാർ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഈ സർക്കാരിന്റെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആൾക്കാർ ചില സമയങ്ങളിലൊക്കെ അവരുടെ ഇതുപോലത്തെ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്തുകൊണ്ട് അവരെ പിന്താങ്ങാൻ ഇവിടെ ആരുമില്ല? എന്തുകൊണ്ട് അവരുടെ വാക്കുകൾ ഇവിടെ ആരും കൊണ്ടുപോകുന്നില്ല? പല കാര്യങ്ങൾ വരുമ്പോഴും ക്യാമ്പയിനിങ് നടത്തുവാൻ ഇവിടെ ആരുമില്ല. പക്ഷേ സഭയെന്ന് കേൾക്കുമ്പോൾ, സഭയുടെ ഒരു വിഷയമെന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വരാൻ കാണിക്കുന്ന
ചില കുൽസിത ശ്രമങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ശ്രമം നടത്തുന്നതിലൂടെ ഇന്ന് സഭയുടെ എന്ന് പറയുമ്പോൾ ഒരു കത്തോലിക്ക സഭ എന്ന് പറയുന്ന സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ സഭയുടെ രണ്ട് ജനവിഭാഗമുണ്ട്. ഒന്ന് ഈ പറയുന്ന സമർപ്പിത ജീവിതങ്ങളാകുന്ന പുരോഹിതരും സന്യസ്തരും ആകുന്ന ഒരു വിഭാഗം. അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൽമായരാകുന്ന കുടുംബങ്ങൾ. ഈ കുടുംബങ്ങളിൽ നിന്നാണ് ഈ സമർപ്പിത ജീവിതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമർപ്പിത ജീവിതങ്ങളെ തകർത്ത് കളയുക, അങ്ങനെ സഭയുടെ എക്സിസ്റ്റൻസിനെ അതിനെ നശിപ്പിക്കുക എന്നൊരു ശ്രമം തന്നെയാണ് ഇതിലുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും സേവ് ക്യാമ്പയിനുകൾ ഉണ്ടാവേണ്ട സമയം അതാണ് പോയിന്റ്. വ്യക്തമായ അജണ്ടയാണ് ഇതിന്റെ പിറകിൽ സിസ്റ്റർ ലൂസിയുടെ അവകാശ സംരക്ഷണം എന്ന പേരിൽ ഇവിടെ നടമാടിയത് എന്നതിന് സാധാരണ മലയാളം വായിക്കാൻ അറിയാവുന്നവർക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഇപ്പം ശ്രീ ക്ലിന്റൺ സൂചിപ്പിച്ചതുപോലെ വഞ്ചി സ്ക്വയറിലെ സമരത്തിന് വന്ന തട്ടവിട്ട പെൺകുട്ടികൾ ഏത് സ്കൂളിൽ നിന്നായിരുന്നു? ആരാണ് അവരെ കൊണ്ടുവന്നത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവരുടെ കൈകളിൽ പിടിച്ചിരുന്ന പ്ലക്കാർഡുകളിൽ എഴുതി വെച്ചിരുന്ന എന്തൊക്കെയാണ്? കുമ്പസാരം നിരോധിക്കുക, സ്ത്രീ പൗരോഹിത്യം നടപ്പിലാക്കുക. ഇതൊക്കെ ആരുടെ അജണ്ടകളാണിത്? അപ്പൊ ഇതിന്റെ പിറകിൽ ചില കളികൾ നടക്കുന്നുണ്ട്. കളികൾ കളിക്കുന്നവരുണ്ട്, നടത്തുന്നവരുണ്ട്. ലൂസി കളപ്പുര എന്നൊരു വിഷയം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമരമാണെന്നാണോ റോയി കണ്ണഞ്ചിറ? ലൂസി കളപ്പുര ഒരു ചിഹ്നം മാത്രമാണ്. ലൂസി കളപ്പുര ഒരു ചിഹ്നം മാത്രമാണ്. സഭയെ എതിർക്കുന്നവർക്ക്, സഭയെ തകർക്കാൻ പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിർത്താനായിട്ട് കിട്ടിയ ഒരു ചിഹ്നം മാത്രമാണ് ലൂസി കളപ്പുര. അവർക്ക് നീതി ലഭിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും സമാധാനപൂർണമായ ഒരു ശിഷ്ടകാല ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാകണം. സഭ ഒരിക്കലും അതിന് തടസ്സം നിൽക്കുന്നില്ല. സഭ ഒരിക്കലും അവരുടെ വഴികളിൽ വിലങ്ങാകുന്നില്ല. സഭ പറയുന്ന ഒരു ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, അവർ അനുശീലിക്കാനായിട്ട് വന്ന ഈ ഒരു സന്യാസ ജീവിതം, ഈ ഒരു സന്യാസ സമൂഹത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അനുശീലിക്കുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നുവെന്ന് അവരൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഭയുടെ തീരുമാനത്തെ അംഗീകരിക്കുക, പുറത്തു പോവുക. ഇത് മാത്രമല്ല പറയുന്നുള്ളൂ. അവർ ജീവിക്കരുതെന്ന് പറയുന്നുണ്ടോ? അവരുടെ ഏതെങ്കിലും അവകാശങ്ങൾ, മാനുഷികമായ അവകാശങ്ങൾ എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഇനിയും ജീവിക്കാം, അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, അവർക്ക് കത്തോലിക്ക വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാം. ഇപ്പൊ ലോക്ക്ഡൌൺ കാലമാണല്ലോ. ഇപ്പൊ ആർക്കും ഇറങ്ങണമെങ്കിൽ ഈ സത്യവാങ്മൂലം വേണം, അല്ലേ? ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും? നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? നിങ്ങളുടെ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതെന്തിനാണ് നമ്മൾ പുറത്തൊരാളോട് പറയുന്നത്? അത് എഴുതി കൊടുത്ത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുന്നില്ലെങ്കിൽ യാത്ര അനുവദിക്കാത്തൊരു കാലമല്ലേ ഇത്? ഈ സന്യാസ സഭയുടെ വ്രതം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത സത്യവാങ്മൂലമാണ്. സത്യമായി വാങ്മൂലം വാക്കുകളിൽ എഴുതി കൊടുക്കുകയാണ്. സത്യം എന്താണ് സത്യം? ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തോലിക്ക സഭയിലെ CMI സന്യാസ സമൂഹത്തിൽ ഞാൻ അർപ്പിച്ചു കൊള്ളാം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി എന്ന് ഞാൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. സത്യവാങ്മൂലം എഴുതി കൊടുത്തിരിക്കുകയാണ്. ആജീവനാന്ത സത്യവാങ്മൂലമാണത്. അത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതം പാലിച്ചു കൊള്ളാം, സഭയുടെ അധികാരികളെ അനുസരിച്ചു കൊള്ളാം എന്ന് ഞാൻ ആജീവനാന്ത സത്യവാങ്മൂലം എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പക്ഷേ അത് സന്യാസം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത ലോക്ക്ഡൌൺ എന്നുള്ള സങ്കല്പത്തിലല്ല ഞാൻ ഈ സത്യവാങ്മൂലത്തെ, എന്റെ വ്രതവാഗ്ദാന പത്രികയെ ഞാൻ പിന്നെ ഈ ലോക്ക്ഡൌണിന്റെ സത്യവാങ്മൂലവുമായിട്ട് ബന്ധിപ്പിച്ചത്. സത്യവാങ്മൂലം പാലിക്കപ്പെടാതിരിക്കുമ്പോൾ അത് ശിക്ഷാ നടപടികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ് ഫാദർ ജോയി കണ്ണഞ്ചിറ പറയുന്നത്. ക്ലിന്റൺ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്ലിന്റൺ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ നിയമവ്യവസ്ഥയുണ്ട്. ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞു സ്നേഹത്തിൽ അധിഷ്ഠിതമായ, പക്ഷെ അതിലൊക്കെ വിട്ടുകൊണ്ട് നമ്മളൊരു കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഒരു പാർലമെന്ററി സിസ്റ്റത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ അവരെടുക്കുന്ന ഒരു ഡിസിഷനെ അവരുടെ ചാപ്റ്റർ അല്ലെങ്കിൽ അവരുടെ ജനറൽ മീറ്റിംഗിൽ കൂടി അവരത് ഡിസിഷൻ വെക്കുന്നു, അത് അവർ തീരുമാനിക്കുന്നു, അതിനവരെ ചർച്ച ചെയ്യുന്നു, അതിനവർ തള്ളുന്നു, സ്വീകരിക്കുന്നു. അവിടെ നിങ്ങൾ നോക്കേണ്ടത് ജനാധിപത്യത്തിന്റെ ഒരു കാരണം എല്ലാവരുടെയും വോയിസ് കേൾക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം പാർലമെന്റിൽ ഒരാൾ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ലെല്ലാം നിയമങ്ങളാക്കാൻ അല്ലല്ലോ നടക്കുന്നത്. അവിടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ ബില്ലാകുന്നു അല്ലെങ്കിൽ തള്ളപ്പെടുന്നു. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ആ സിസ്റ്റത്തെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു അവിടെ നടക്കുന്ന ഒരു തുറന്ന കോടതിയിൽ അല്ലെങ്കിൽ ഈ സഭാ കോടതിയിൽ പരസ്പരം വാദങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി വിധി വന്നു കഴിഞ്ഞു. ഇനിയും അയാൾ ഈ പറയുന്ന സിസ്റ്റത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നീതിയല്ല, അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അയാൾ നിലനിന്ന ആ സിസ്റ്റമാണ്.
അയാളുടെ ലക്ഷ്യം നീതിയല്ല മറ്റെന്തോ ആണ് എന്നാണ് അല്ലെ? മറ്റെന്തോന്നല്ല, അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിൽക്കുന്ന ബാക്കി 7,000 അല്ലെങ്കിൽ 6,000 ഉൾപ്പെടുന്ന ആ കന്യാസ്ത്രീകൾ നിൽക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് അയാൾ തകർക്കാൻ ലക്ഷ്യം. ശരി, തിരിച്ചു വരാം. ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ, ഇവിടെ നമുക്കറിയാം ചില കേസുകളിൽ ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ കുറ്റാരോപിതരാകുമ്പോൾ അവരെ നമ്മൾ ആ സഭാ സംവിധാനത്തിനുള്ളിൽ തന്നെ നിലനിർത്താറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ അവർക്കും കൊടുത്തുകൊണ്ട് അവരെയും ഈ സംവിധാനത്തിന്റെയൊക്കെ പുറത്താക്കേണ്ടതല്ലേ? അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? ചോദ്യം വേഗം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും. ഇവിടെ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് 1948 ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനകത്ത് പറയുന്ന ഒരു കാര്യം, ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. അതായത് ഒരാളെ തെറ്റുകാരിയാണെന്ന് വിധിക്കുന്നവരെ ആളെ ഇന്നസെന്റ് ആയിട്ട്, തെറ്റ് ചെയ്യാത്ത ആളായിട്ട് പരിഗണിക്കണമെന്നുള്ളതാണ്. ഇവിടെ ലൂസി കളപ്പുരയുടെ കേസും മറ്റു കേസുകളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. ഒന്ന്, ഇവിടെ ഞാൻ എപ്പോഴും കാണിച്ചിരുന്ന പോലെ ലൂസി കളപ്പുരയുടെ ഡിസ്മിസൽ ഡിക്രിയിൽ തന്നെ പറയുന്നുണ്ട് 2017 തൊട്ട് ആരംഭിച്ചൊരു പ്രോസസ്സാണ്. 2018 ആരംഭ കാലഘട്ടത്തിൽ തന്നെ ലൂസിക്ക് 2 കാനോനിക്കൽ വാണിംഗ്, ഡിസ്മിസൽ പ്രൊസീജിയർ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് 2 കാനോനിക്കൽ വാണിംഗ്, നിയമപരമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള വാണിംഗ് നൽകപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ ആണ് ഡിസ്മിസലിലേക്ക് പോകുക. അപ്പോൾ ഈ 2 കാനോനിക്കൽ വാണിംഗ് കഴിഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് 2018 സെപ്റ്റംബർ ഒക്ടോബറിലും കണ്ടാണെന്ന് കരുതുന്നു വഞ്ചി സ്ക്വയർ സമരം നടക്കുന്നത്. ആ വഞ്ചി സ്ക്വയർ സമരത്തിലേക്ക് ലൂസി ആരുടെയും പെർമിഷൻ കൂടാതെ പോകുന്നു, അതിൽ പങ്കെടുക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ലൂസി കളപ്പുരയ്ക്ക് അറിയാമായിരുന്നു. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. അതായത് വഞ്ചി സ്ക്വയറിലെ സംഭവങ്ങളോ അതിന് കാരണമായ ആ വിഷയങ്ങളോ ഒന്നും ഈ പറയുന്ന നിലപാടിനെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. വളരെ വ്യക്തമാണ്. കാരണം ഡിസ്മിസൽ ഡിഗ്രി ഇതിൽ തന്നെ പബ്ലിഷ് ചെയ്തതിനകത്ത് അതിനകത്ത് വഞ്ചി സ്ക്വയർ എന്നൊരു വാക്കില്ല. ലൂസി കളപ്പുര ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തതിന് ആയിട്ടാണ് ശിക്ഷിക്കുന്നതെന്നില്ല. അതിനകത്ത് ഈ വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ നിയമലംഘനത്തിന്റെ പേരിലാണ് ശിക്ഷിച്ചതെന്ന്, ഏതൊക്കെയാണ് ഇൻസിഡൻസ് എന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് 2 വാർണിംഗ് അല്ല, ഈ ഡിസ്മിസൽ വന്നത് 2019 മെയ് 11 ആ ഡിഗ്രിക്കകത്ത് പറയുന്ന 2 വാർണിംഗ് പ്രൊവിൻഷ്യൽ കൊടുത്തിരുന്നു. അതിനുശേഷം ഫയല് ജനറലേറ്റിലെത്തുന്നു. ജനറൽ വീണ്ടും 2 വാർണിംഗുകൾ കൂടി കൊടുക്കുന്നു. ഇതിന് ഓരോന്നിനും ലൂസി മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ലൂസി കളപ്പുരയെ ജനറലേറ്റ് വിളിച്ചു വരുത്തുന്നു. അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ലൂസി കളപ്പുര ആഘോഷമായിട്ട് ജനറലേറ്റിന്റെ മുന്നേ വന്ന് ഇറങ്ങുന്നതും അകത്തേക്ക് പോകുന്നതും. അന്നൊക്കെ മീഡിയ വളരെ ലൈവ് ആയിരുന്നു, കാരണം അത് വഞ്ചി സ്ക്വയറിന് ശേഷമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ നേരിട്ട് വിളിച്ച് ലൂസിയെ കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 18 പേജുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് ലൂസിക്ക് കൊടുക്കുന്നതായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ അതിലെ പലതും ഈ ഡിസ്മിസൽ ഡിഗ്രി തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരണം കാണിക്കൽ നോട്ടീസ് വീണ്ടും കൊടുക്കുന്നു. അതിനും ലൂസി കളപ്പുര മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ലോങ് പ്രോസസ് ആയിരുന്നു. ആദ്യത്തെ പ്രൊവിൻഷ്യലിന്റെ 2 വാർണിങ്ങിനെ പറ്റി പറഞ്ഞത് വഞ്ചി സ്ക്വയറിന് മുമ്പുള്ളത്. അതിനു മുമ്പ് തന്നെ പല കമ്മീഷനുകളും വെച്ച് ലൂസി കളപ്പുരയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമം നടന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതായത് ജനാധിപത്യ സംവിധാനങ്ങളെ ഒന്നും അട്ടിമറിച്ചുകൊണ്ടല്ല, ലൂസി കളപ്പുരയ്ക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്നാഹങ്ങളും സാധ്യതകളും ഒരുക്കിയതിന് ശേഷം, അവർക്ക് പലവട്ടം അപ്പീലിന് പോകാനുള്ള സാഹചര്യം ഒരുക്കിയതിന് ശേഷം എടുത്ത ഒരു നടപടി മാത്രമല്ല, അതൊരു ക്വിക്ക് ഡിസിഷനോ ഏകാധിപത്യമായ ഒരു തീരുമാനവുമല്ല ഇത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? വളരെ വ്യക്തമാണല്ലോ. ഡിഗ്രിയിൽ തന്നെ വിശദമായിട്ട് അതിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ടല്ലോ. 2 വാർണിംഗ് പ്രൊവിൻഷ്യലുണ്ട്, 2 വാർണിംഗ് ജനറലുണ്ട്. അത് കഴിഞ്ഞ ഒരു പേഴ്സണൽ മീറ്റിംഗ്, അതിനുശേഷം ഒരു ഷോക്കോസ് നോട്ടീസ്. ഇതിന്റെ എല്ലാം മറുപടികൾ വാങ്ങിയിട്ട് അതിന്റെ എല്ലാം വ്യക്തമായിട്ട് ഇത്രയും അവസരങ്ങൾ നൽകിയ ശേഷമാണ് ഡിസ്മിസൽ കഴിയുന്നത്. ആ ഡിസ്മിസലും ജനറൽ കൗൺസിലും കൂടെയുള്ള ഒരു കൊളേജിയേറ്റ് തീരുമാനമാണ്. ഇതിൽ ഡിഗ്രിയിൽ പറയുന്നുണ്ട് അവർ യുനാനിമസ് തീരുമാനമാണ്, ആർക്കും സംശയം ഉണ്ടായിട്ടില്ല. വീണ്ടും അതിനുശേഷം ഇത് പൊന്തിഫിക്കൽ റൈറ്റ് കോൺഗ്രിഗേഷൻ ആയതുകൊണ്ട് റോമിൽ നിന്ന് അപ്രൂവൽ വേണം. പക്ഷേ ഈ ഡിഗ്രിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ജനറൽ ആണ്. അപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്ന ഇന്ത്യയിലാണ്. FCC എന്നുള്ള സന്യാസ സഭ ഇന്ത്യയിൽ തുടങ്ങിയതാണ്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. അതിന്റെ ഓതർ FCC കോൺഗ്രിഗേഷൻ ആണ്. ആ സഭയിൽ ഒരാൾ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ വെച്ച് കയറേണ്ടതാണ്. അല്ലാതെ ഒരു
ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് അല്ല, ഒരു മനുഷ്യാവകാശമല്ല. ഒരു ക്രിസ്ത്യാനിക്കും FCC സഭയെ കയറാനായിട്ട് നാച്ചുറൽ റൈറ്റ് ഇല്ല. അപ്പൊ അതിന് ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ഇതിന്റെ നിയമങ്ങളെല്ലാം പഠിച്ച ശേഷമാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടത്. അതായത് നോഷിയേറ്റ് കഴിഞ്ഞ ശേഷമാണ്. ഈ നോഷിയേറ്റിൽ എന്താണ്, 2 വർഷത്തെ നോഷിയേറ്റിൽ എന്താണ് പഠിപ്പിക്കുന്നത്, ഈ സഭയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഈ സഭയുടെ കാരിസം സ്പിരിച്വാലിറ്റി, അതായത് ആധ്യാത്മികത എന്താണ്, ജീവിതശൈലി എന്താണ്, ഇതിന്റെ നിയമങ്ങൾ എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് മുഴുവൻ പഠിപ്പിച്ച ശേഷം ആൾക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോകാം. അങ്ങനെ നോഷിയേറ്റിന്റെ അവസാനം ലൂസി കളപ്പുരയും മറ്റുള്ളവരെ പോലെ ഞാൻ ഈ നിയമം അനുസരിച്ച് ഇതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനെ എടുക്കണം എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ വെക്കുന്നു. അത് അംഗീകരിച്ചാണ് വ്രതം ചെയ്യിക്കുന്നത്. ആ വ്രതത്തിൽ പറയുന്നത് എന്താണ്, ഈ സഭയുടെ നിയമാവലി അനുസരിച്ച് ഞാൻ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും അനുഷ്ഠിച്ചു കൊള്ളാം എന്നാണ് വ്രതം ചെയ്യുന്നത്. അപ്പോൾ ആ നിയമാവലി പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാമെന്നാണ് പറയുന്നത്. അതിനുശേഷം 2018 ആകുമ്പോഴത്തേനും എന്റെ മനുഷ്യാവകാശം അനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ അത് സഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയല്ല. കാരണം ഇതിനകത്ത് വ്രതം അനുസരിച്ച് ഡിസ്മിസിനുള്ള പോസിബിലിറ്റിയും ഇതേ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് വ്രതം ചെയ്തത്. അപ്പൊ വ്രതം ചെയ്യുമ്പോഴും നമ്മൾ നിത്യവ്രതം എന്ന് പറയാതെ ഫൈനൽ വൗസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ചെയ്ത ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ സഭയിൽ നിൽക്കാൻ പ്രൊവൈഡഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ നിയമം അനുസരിക്കുന്നിടത്തോളം കാലം. ഇത് മറ്റു ഓർഗനൈസേഷനും രാഷ്ട്രീയ പാർട്ടി ഒക്കെ നോക്കിക്കോ. ഒരു രാഷ്ട്രീയ പാർട്ടി കയറുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിയമാവലി അനുസരിക്കണം, അതിന്റെ പോളിസീസ് അനുസരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ഡിസ്മിസ് ചെയ്യും. അപ്പൊ ലൂസി കളപ്പുര ഇപ്പോഴും ഒരു കത്തോലിക്ക സ്ത്രീയാണ്, മാമോദീസ മുങ്ങി കത്തോലിക്ക സഭയിലുള്ള ആളാണ്, കത്തോലിക്ക ജീവിതം നയിക്കാം. പക്ഷെ FCC നിയമം അനുസരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നിടത്തോളം കാലം ആ സഭയ്ക്കകത്ത് പിന്നെ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഡിസ്മിസലിന്റെ ഓണർഷിപ്പ് ഞാൻ ഒന്നോടെ പറയുന്നു, അത് ജനറൽ ആണ്, അല്ലാതെ റോമിൽ നിന്നെടുത്തതല്ല. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ FCC സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഡയറക്ടറിയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. അതിനെതിരായിട്ട് അതിൽ യാതൊന്നുമില്ല. അതിന്റെ ഏതെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ അത് കോടതിയെ ചോദ്യം ചെയ്യാവുന്നതാണ്. അതേസമയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല FCCയിലെ ഒരു സിസ്റ്റം എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്, ഏത് വസ്ത്രം ധരിക്കേണ്ടതെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ കാണിയാൽ. അതെവിടെയാ നോക്കേണ്ടത്, FCCയുടെ പ്രോപ്പർ ലോയില്, കോൺസ്റ്റിറ്റ്യൂഷനും ഡയറക്ടറിയിലുമാണ് നോക്കേണ്ടത്. ഞാൻ ഒരു ലയൺസ് ക്ലബിലോ ഒരു വൈസ്മെൻസ് ക്ലബിലോ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള അതിന്റെ ബൈലോസിലാണ് നോക്കേണ്ടത്. അല്ലാതെ ഇന്ത്യൻ ഭരണഘടന പറയില്ല. അതാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ ഭരണഘടന എങ്ങനെയാണ് വിധിക്കേണ്ടത്, ഇന്ത്യൻ കോടതി വന്നിട്ടുണ്ടെങ്കിൽ ഈ നിയമം ഞാൻ അനുസരിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇപ്പൊ FCCയുടെ നിയമാവലി അനുസരിച്ചിട്ടില്ലെങ്കിൽ FCCക്ക് പുറത്താക്കാം, ഡിസ്മിസ് ചെയ്യാം. അപ്പൊ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരോധമല്ല. അതായത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വത്തിക്കാന്റെ ഈ ഡിക്രി അസാധുവാണെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അങ്ങനത്തെയുള്ള പ്രചരണങ്ങളൊക്കെ യാതൊരു സാധുതയും ഇല്ലാത്തതാണെന്നും അതൊക്കെ വെറും പച്ചക്കള്ളമാണെന്നും അങ്ങ് ഡോക്ടർ ജെയിംസ് മാത്യുവിന്റെ ഈ വാക്കുകൾ വളരെ ആധികാരികമായി അങ്ങ് പറഞ്ഞ് അത് ചേർക്കാണ്. വീണ്ടും വത്തിക്കാന്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ലൂസി ചോദിച്ചു വാങ്ങിയതാ, FCC ചോദിച്ചു വാങ്ങിയതല്ല. ക്ലിയർ ആണ്, അത് എനിക്ക് വ്യക്തമാണ്, നമുക്കെല്ലാം വ്യക്തമാണ്. ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശ്രീ ക്ലിന്റൺ ഡാമിയൽ അങ്ങയുടെ നിലപാടുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഞാൻ പ്രവചിക്കുകയാണ്. സംഭവം എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ ഈ ചുഴലിക്കാറ്റ് വരുന്ന പോലെ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുന്ന പോലെ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് ചാനലുകളുടെ അന്തിച്ചർച്ച എന്ന് പറയുന്നത് നീതി, ന്യായം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നായിരുന്നു. ഇവിടെ നടക്കുന്ന ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന മറ്റു പല വിഷയങ്ങൾ തൊടാതെ അവർക്ക് ഈ ചില പ്രത്യയശാസ്ത്രങ്ങൾ ഉള്ള ചാനലുകൾക്ക് അവരുടെ അന്തിച്ചർച്ച നടത്താൻ ഒരു വലിയൊരു നമ്മൾ പറയത്തില്ല, ഒരു കിട്ടിയ ഒരു അപ്പക്കഷ്ണം തന്നെയാണ് ഈ വിഷയം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഈ അന്തിച്ചർച്ചകൾ ഉണ്ടാകും, സംവാദങ്ങൾ ഉണ്ടാകും. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഈ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കേന്ദ്രങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നീതി വാങ്ങിക്കൊടുക്കലല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ അവസരം കൊണ്ട് ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ഈ സമൂഹത്തിൽ അവർക്കുള്ള വിലയെ ഇടിച്ചു കാണിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് അവർ വരുന്ന ആഴ്ചകളിൽ അവർ നടപ്പാക്കിയിരിക്കും. ശരി, സിസ്റ്റർ ആഗ്നറ്റ്, ഏറ്റവും അവസാനം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ കേരള സമൂഹത്തിലെ ചാനലുകളും അതുപോലെ തന്നെ ലൂസി കളപ്പുര സഹോദരിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയോടുകൂടി സ്ത്രീപക്ഷം ചേർന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് അവര് മുന്നിൽ വയ്ക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അവർ ചിന്തിക്കണം, FCC എന്ന് പറയുന്ന സമൂഹത്തിൽ
6,000-ത്തിലധികം വരുന്ന സന്യാസിനികളുണ്ട്. അതുപോലെ തന്നെ കേരള സമൂഹത്തിൽ 1,00,000-ഓളം വരുന്ന സിസ്റ്റേഴ്സുമുണ്ട്. ഇവരെയൊക്കെയും മീഡിയകളിൽ വലിച്ചിഴച്ച് അവരുടെ വ്യക്തിത്വത്തെ വളരെ വൈകൃതമായി അവതരിപ്പിക്കുന്നത് അത് എന്ത് നീതിയാണ്? ഇത് കൊടിയ അനീതിയാണ്. സത്യത്തിൽ ഞങ്ങളൊക്കെ പലപ്പോഴും ഹൃദയം കീറി മുറിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പല മീഡിയ ചർച്ചകളുടെ വിശകലനത്തിൽ കാണേണ്ടി വരുന്ന സമയങ്ങളിൽ വളരെ ഖേദത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹം, അതായത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരള സമൂഹത്തിൽ എത്രമാത്രം ദൈവികമായ കാര്യങ്ങളിൽ മുഴുകുന്ന സിസ്റ്റേഴ്സിനെ, അതായത് ഒരു നമ്പൂതിരി പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സിസ്റ്ററെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ദേവി ഇതാ പോകുന്നു. അങ്ങനെ കൺസെപ്റ്റ് ഉള്ള ഒരു കേരളത്തിലാണ് ഈ പറഞ്ഞ രീതിയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ, അതായത് സന്യാസ മഠങ്ങളുടെ ഉള്ളില് പല പല കാപട്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുവാ പറയുന്നതിനൊക്കെ അതൊക്കെ ശരിയെന്ന് വെച്ചുകൊണ്ട് അതൊക്കെ ചിത്രീകരിക്കുക. ഇത്രയും നാളെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് ഏതെങ്കിലും FCCയിലെ സിസ്റ്റേഴ്സിനെ വിളിച്ച് ഈ പ്രമുഖമായ ചാനലുകള് അഭിമുഖ സംഭാഷണങ്ങൾ എടുത്തിട്ടുണ്ടോ? എന്താണ് സന്യാസത്തിന്റെ ഉള്ളറകളിൽ നടക്കുന്നതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ തരാൻ ആർജവത്വമുള്ള സന്യാസിനികൾ, അത് ജീവിക്കുന്നവരെ അതിനകത്തുണ്ട്. അവരെ വിളിക്കുക, അവരെ വിളിച്ചിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യതയോടുകൂടി സംസാരിച്ചിരുന്നെങ്കിൽ തികച്ചും അത് നീതിപരമായിരുന്നേനെ. ഇതിപ്പം നമുക്കിങ്ങനെ ഒരു വിധി വന്നതുകൊണ്ട് സഹോദരി ശിഷ്ടകാല സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തായാലും ഒരു കത്തോലിക്ക സഭയിൽ നിന്ന് അത് തന്നെ ഉണ്ടാകുകയുള്ളൂ. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സഭാ സമൂഹമാണല്ലോ കത്തോലിക്ക സഭ. അതായത് ഒരു ആട് നഷ്ടപ്പെട്ടാൽ ആ ആടിനെ തേടിപ്പോകുന്ന ഇടയന്റെ ആ വലിയ സ്നേഹമാണ് നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ മൗനമായിട്ട് പോകുന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് കൂടി നീതി ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങളും സ്ത്രീകളാണ്. ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന 1,00,000-ഓളം വരുന്ന ഈ സന്യാസിനിമാർക്ക് വന്നിരിക്കുന്ന മാനഹാനി പരിഹരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇതെനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ആ വേദന കേരളം കേൾക്കുന്നുണ്ട്. കേരളം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ് സിസ്റ്റർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഫാദർ റോയ് കണ്ണഞ്ചേരി, അങ്ങ് ഉൾപ്പെടുന്ന വൈദിക സമൂഹവും ഈ വർഷങ്ങളായിട്ട് വേട്ടയാടപ്പെടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും അവസാനം അങ്ങേക്ക് കേരളത്തോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഭാരതീയരായ ഓരോ വ്യക്തിയും ഇവിടെ സ്വന്തമായ വിശ്വാസം അനുശീലിക്കാനും സ്വന്തമായ ജീവിതക്രമം ആ വിശ്വാസത്തിനനുസരിച്ച് രൂപപ്പെടുത്തുവാനുള്ള അവകാശമുണ്ട്. അത് മറ്റ് സമൂഹങ്ങൾ അത് അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിന് സ്വന്തമായ വിശ്വാസം അനുശീലിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ് ഇവിടെയുള്ള ഇപ്പോൾ നമ്മുടെ പാമ്പാറയച്ചൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരോ നിയമാവലിക്ക് അനുസരിച്ച് രൂപപ്പെടുന്ന സന്യാസ സമൂഹങ്ങൾ. അതിനനുസരിച്ചുള്ള ജീവിതക്രമം ഇവിടെ അനുശീലിക്കുന്നുണ്ട്. ഇവിടെ കത്തോലിക്ക സഭയിൽ മാത്രമേ സന്യാസമുള്ളൂ, അല്ല. ഇവിടെ ഭാരതീയ സന്യാസം, ലോകോത്തരമായ സന്യാസം, 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതീയ പൈതൃകം, നമ്മുടെ ആർഷ പൈതൃകം എന്ന് നമ്മൾ പറയുന്ന ഭാരതീയ സന്യാസം, അതിനെ മറ്റുള്ളവർ ആദരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു ജീവിതശൈലി, ഇപ്പൊ സന്യാസ ജീവിതശൈലി അനുശീലിക്കാനായിട്ടൊരു ചെറിയ പിഴവ് പറ്റി, അവർക്കത് തുടരാൻ പറ്റുന്നില്ല. ആ ഒരു കാരണം വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു പിഴവിനെ അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചുറ്റും കൂടുന്നവർ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈ ഒരു പവിത്രമായ ജീവിതക്രമത്തെ നിലനിർത്താൻ വേണ്ടി പിന്തുണയ്ക്കുന്നവരല്ല എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഈ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ക്രൈസ്തവ വിശ്വാസധാരകളെ അവഹേളിക്കാൻ നടത്തുന്ന ചില സ്ഥാപിത താല്പര്യക്കാരുടെ ശ്രമങ്ങൾ കത്തോലിക്കരും ക്രൈസ്തവരും തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് അത്തരം ലക്ഷ്യമുള്ളവർ, അത് ചില സംഘടനകളാവാം, അത് ചില മത താല്പര്യങ്ങളാവാം, അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളാവാം, അവർ പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കരുത്. അതുകൊണ്ട് പൊതുസമൂഹത്തോട് ഈ ഒരു വിഷയം വെച്ചുകൊണ്ട്
ക്രൈസ്തവ സമൂഹം ഈ നാട്ടിൽ ഇന്നോളം അവതരിപ്പിച്ചിട്ടുള്ള, ഇന്നോളം ജീവിച്ച് സാക്ഷ്യം നൽകിയിട്ടുള്ള പവിത്രമായ മൂല്യധാരയിൽ ഊന്നിയുള്ള ജീവിത സാക്ഷ്യങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പേരുടെ പിഴവുകൾ പർവ്വതീകരിച്ച് ആ സമൂഹത്തിന് ഇവിടെ അപമാന ഭാരം മാത്രമാണ് ഇനി മുന്നോട്ട് പോകാനായിട്ടുള്ള പാഥേയം എന്ന് വരുത്തി തീർക്കുന്ന സ്ഥാപിത താല്പര്യക്കാരുടെ പരിശ്രമങ്ങൾ തുടരരുത്. അതിനെ സ്നേഹബുദ്ധിയ ചെറുക്കുവാനും പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ഇവിടെ ക്രൈസ്തവ സമൂഹം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. ജസ്റ്റിസ് ഫോർ സിസ്റ്റർ ലൂസി എന്ന ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടത്തിയവർ, ഈ കാലയളവിൽ കേരളത്തിലെ ആയിരക്കണക്കിന് സന്യസ്തർക്കുണ്ടായ അപമാനങ്ങൾ, അവർക്കു നേരെ പടച്ചുവിട്ട നുണക്കഥകൾ, മാധ്യമ വിചാരണകൾ, അതുണ്ടാക്കിയ മുറിവുകളുടെ ആഴം എത്രയുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. കാലം അവർക്ക് മാപ്പ് നൽകട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത റവറൻ ഫാദർ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI, ഫാദർ റോയ് കണ്ണഞ്ചിറ, സിസ്റ്റർ ആഗ്നറ്റ് SAC, ശ്രീ ക്ലിന്റൺ ഡാമിയൻ, 4 പേർക്കും നന്ദി.